ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വിഷാദ രോഗത്തെക്കുറിച്ചാണ്. വിഷാദ രോഗം ഒരു ഭയങ്കര അപകടം ഉള്ളൊരു രോഗമാണ്. അപ്പം എന്താണ് വിഷാദ രോഗം? ഇതിനെ എങ്ങനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാം? ഇത് എത്രത്തോളം അപകടകാരിയാണ്? ഇത് എന്തൊക്കെ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വിഷാദത്തെ നമുക്ക് തടയാൻ സാധിക്കും? എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വിഷാദം രോഗം കൂടും? സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ 2023 WHO നിരീക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 280 ദശലക്ഷത്തിൽ അധികം ആളുകളും വിഷാദരോഗം അനുഭവിക്കുന്നവരാണ്. അതിൽ ഒരുപാട് ആളുകൾ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തിട്ട് നോർമൽ ലൈഫ് ജീവിക്കുന്ന ആളുകളുമുണ്ട്. വിഷാദം എന്നത് നിരന്തരമായിട്ടുള്ള ദുഃഖം, നിരാശ, മടി, താല്പര്യക്കുറവ് എന്നിവയെല്ലാം നമ്മളെ പ്രതിഫലിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ കാണിക്കുന്ന ഒരു മാനസിക രോഗാവസ്ഥയാണ് ഈ വിഷാദം എന്ന് പറയുന്നത്. ഈ വിഷാദ രോഗം എന്ന് പറയുന്നത് ഒരു വ്യക്തി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തി ജീവിക്കുന്ന ചെയ്യുന്ന കാര്യങ്ങളിൽ അവരുടെ പ്രവൃത്തിയെ ഇതെല്ലാം ബാധിക്കുന്നുണ്ട്. പലപ്പോഴും ഈ വിഷാദ രോഗം ജോലി, ഉറക്കം, ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികൾ, ഭക്ഷണം, സാമൂഹിക ഇടപെടലുകൾ എന്നിവയെല്ലാം വളരെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വിഷാദത്തിന്റെ ലക്ഷണങ്ങൾ? നിരന്തരമായ ദുഃഖം അല്ലെങ്കിൽ വളരെ താഴ്ന്ന തലത്തിലുള്ള മാനസിക അവസ്ഥകൾ, നമ്മൾ ദിവസവും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമ്മളുടെ താല്പര്യക്കുറവ് കാണിക്കുക, വിശപ്പിൽ മാറ്റം വരിക, അതുപോലെ തന്നെ നമ്മുടെ ബോഡി വെയിറ്റിൽ മാറ്റം വരിക, ഒന്നുകിൽ നമ്മുടെ ഉറക്കമില്ലായ്മ എന്ന നിലയിലേക്ക് പോകുന്നു, അതോ അല്ലെങ്കിൽ അമിതമായ ഉറക്കത്തിലേക്ക് നമ്മൾ പോകുന്നു, എപ്പോഴും നമ്മൾ ക്ഷീണിച്ച പോലെ ഇരിക്കുക, എപ്പോഴും നമ്മൾ വളരെ ഡള്ളായിട്ടിരിക്കുക, എപ്പോഴും നമുക്ക് കുറ്റബോധങ്ങൾ വരിക, നമ്മൾ ദിവസവും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള വിഷമങ്ങൾ. ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രവണതയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ വിഷാദ രോഗത്തിന്റെ കാരണം? ഒരു കാരണം മാത്രം നമുക്കിതിൽ പറയാൻ സാധിക്കില്ല. പക്ഷേ ഇത് പല ഘടകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ജീവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, മനഃശാസ്ത്രപരവും സാമൂഹികപരമായിട്ടുള്ള കുറെ ഘടകങ്ങളും ഇതിന്റെ ഉള്ളടക്കത്തിലുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു മനുഷ്യനെ, ഈ വിഷാദരോഗം വന്നിട്ടുള്ള ഒരു മനുഷ്യനെ വളരെ വലിയ അപകടത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഇപ്പോഴൊക്കെ കുടുംബ ചരിത്രവും നമ്മളെ ഡിപ്രഷനിലേക്ക് നയിക്കാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഡിപ്രഷനിലേക്ക് നയിക്കാൻ കാരണമാകുന്ന കുറെ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലുണ്ട്. ആ ഹോർമോൺസിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ വരുന്നതായിട്ട് സയന്റിസ്റ്റുകളും ഡോക്ടർമാരും പറയുന്നുണ്ട്. പ്രോട്ടോണിൻ, ഡോപ്പാമൈൻ, നോർപിനെഫ്രിൻ എന്നിവയിലെ അസന്തുലിതാവസ്ഥയും ഗർഭധാരണം, ആർത്തവ വിരാമം, നമ്മുടെ തൈറോയിഡിനുണ്ടാകുന്ന തകരാറുകൾ ഇവയെല്ലാം ഈ ഡിപ്രഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വരുന്നതാണ്. ഇവയ്ക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം ഒരു മനുഷ്യന് ഡിപ്രഷന് കാരണമാകുന്നതാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ അറിയേണ്ട വേറൊരു പദമുണ്ട്, മനസ്സെന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയാന്ന് പറയും, ചിലര് തലയിലാന്ന് പറയും. അപ്പം എന്താണ് മനസ്സ്? മനസ്സെന്ന് പറയുന്ന ഒരു അവയവം നമ്മുടെ ശരീരത്തിലില്ല. അതായത് ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചേക്കുന്നത് കഴിഞ്ഞാൽ പുസ്തകങ്ങളിൽ പഠിച്ചിരിക്കുന്നത് നമ്മുടെ തലച്ചോറാണ് നമ്മൾ എന്ത് ചിന്തിക്കണം, എന്ത് ചെയ്യണം, നമ്മുടെ ശരീരത്തിലേക്കുള്ള എല്ലാ കമാൻഡുകളും എല്ലാം പോകുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്നാണ്. അപ്പം നമ്മുടെ തലച്ചോറിന്റെ സങ്കീർണ പ്രവർത്തനങ്ങളാണ് നമ്മുടെ തലച്ചോറിലുള്ളത്. അപ്പം നമ്മുടെ തലച്ചോറിന്റെ സങ്കീർണ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് മനസ്സ്. എൻ്റെ മനസ്സ് അത് പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു, എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നു. ഇതെല്ലാം നമ്മൾ പറയുന്ന നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന തോന്നലുകളാണ്. അതുകൊണ്ടാണ് ഇതിനെ തലച്ചോറിൽ രൂപം കൊള്ളുന്ന അല്ലെങ്കിൽ തലച്ചോറിന്റെ സങ്കീർണ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുവാൻ ഉപയോഗിക്കുന്ന പദമാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പൊ ഈ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ വിഷാദരോഗമായിട്ട് വരുന്നത്. ഈ വിഷാദരോഗം ഉണ്ടാകാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന മാനസികപരമായിട്ടുള്ള കുറച്ച് ഘടകങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്ഥലത്തുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ആഘാതം, നമ്മൾ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയും. അതുപോലെ തന്നെ ജോലി സ്ഥലത്തെ പ്രഷറുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുള്ളിയിങ്ങുകൾ, തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ കാണും. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ വേർപാട്, സമൂഹത്തിൽ നിന്നുള്ള ഒറ്റപ്പെടൽ, ചിലപ്പോൾ ഈ ചില ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇതെല്ലാം നമുക്ക് പ്രശ്നെ തരുന്ന മാനസികവും സാമൂഹികവുമായ ഘടകങ്ങളാണ്. അപ്പോൾ ഞാനും നിങ്ങളും എല്ലാവരും മനുഷ്യന്മാർ, അതായത് എല്ലാ മനുഷ്യന്മാരും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മാനസിക സമ്മർദ്ദമാണ്. ഇത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് വിഷാദം. എല്ലാവർക്കും വിഷാദമുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു വിഷാദം എന്നുള്ള ഒരു അവസ്ഥ ഒരു രോഗത്തിലേക്ക് പോകുന്നത്? കാരണം ഉറക്കം, വ്യക്തിത്വം, ലൈംഗികത, തൊഴിൽ, കുടുംബം എന്നീ മേഖലകളിൽ
വലിയ തോതിൽ ബാധിക്കുമ്പോഴാണ് ഈ വിഷാദം ഒരു രോഗമായിട്ട് നമുക്ക് മാറുന്നത്. ഏറ്റവും പ്രധാനമായ ഒരു ദൂഷ്യവശം എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രവണതയാണ്. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം നഷ്ടമാകുമ്പോൾ, രോഗം പിടിപെടുമ്പോൾ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമ്പോൾ, സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ട് നമ്മൾ അലയുമ്പോൾ, ബാല്യകാലങ്ങളിൽ മുതിർന്നവരിൽ നിന്നും ലൈംഗിക അതിക്രമണത്തിന് ഇരയായവർ, ബലാത്സംഗത്തിന് ഇരയായവർ, സ്ത്രീകളിലാണെങ്കിൽ പ്രസവം കഴിഞ്ഞതിന് ശേഷവും, സ്ത്രീകളിൽ മെനാപ്പോസ് തുടങ്ങുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഒരു മനുഷ്യനെ വിഷാദ രോഗത്തിലേക്ക് തള്ളിവിടുന്ന ഒന്നാണ്. വളരെ ഗുരുതരമായിട്ടുള്ള പ്രസവാനന്തര വിഷാദം അഥവാ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും മാനസിക അവസ്ഥയെ വളരെയേറെ തകരാറിലാക്കുന്ന ഒന്നാണ്. ഈ ഒരു മധ്യവയസ്കരായിട്ടുള്ള സ്ത്രീകളിൽ ഈ ആർത്തവ വിരാമത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ മെനാപ്പോസിന്റെ സമയത്ത് കാണുന്ന ദേഷ്യം വരലുകൾ, മൂഡ് സ്വിങ്സ്, അമിതമായിട്ടുള്ള സങ്കടം, പെട്ടെന്നുണ്ടാകുന്ന കോപം, പിന്നെ പ്രായമായി എന്നുള്ള തോന്നലുകൾ, ലൈംഗികതയോടുള്ള താല്പര്യക്കുറവ്, ഇവയെല്ലാം ഈ വിഷാദ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. നമുക്ക് ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള വ്യായാമക്കുറവ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതും വിഷാദ രോഗത്തിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഹോർമോണുകളുടെ വ്യതിയാനം കൊണ്ടും അതിൻ്റെ വിതരണത്തിൻ്റെ അതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെയും വ്യതിയാനമൊക്കെ കൊണ്ട് ശരീരത്തിലും മനസ്സിലുമൊക്കെ അതിൻ്റെ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രകടിപ്പിക്കുന്ന അസ്വസ്ഥതകളുടെ മൊത്തം ഒരു തുകയെന്ന് പറയുന്നതാണ് ഈ വിഷാദം. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു മൂഡ് ഡിസോർഡറാണ്. അപ്പം എന്താണ് മൂഡ് ഡിസോർഡർ? അതായത് ഒരു നിശ്ചിത അനുമാനത്തിലുള്ള അല്ലെങ്കിൽ ഒരു അനുപാതത്തിലുള്ള അല്ലെങ്കിൽ ക്രമത്തിലുള്ള ശാരീരിക മാനസിക അവസ്ഥയെയാണ് നമ്മൾ മൂഡെന്ന് പറയുന്നത്. ഈ ക്രമത്തിൽ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അതിന് മൂഡ് ഡിസോർഡർ എന്ന് പറയാം. അപ്പോൾ ഈ ഡിപ്രഷനെ നമുക്ക് കുറച്ച് തരംതിരിക്കാം. യൂണിപോളാർ ഡിപ്രഷൻ, ബൈപോളാർ ഡിപ്രഷൻ, മെലങ്കോളിക് ഡിപ്രഷൻ, എഡിപ്പിക്കൽ ഡിപ്രഷൻ, സൈക്കോട്ടിക് ഡിപ്രഷൻ, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. എന്താണ് യൂണിപോളാർ ഡിപ്രഷൻ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം രോഗികളിലും വിഷാദ രോഗം പെട്ടെന്ന് പിടിപെടുകയും ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ അത് ശരിയാകുകയും ചെയ്യും. പക്ഷേ വലിയൊരു വിഭാഗം ആളുകളിൽ ഇത് വീണ്ടും ആവർത്തിക്കുന്നു. ചിലരിൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാകാം, ചിലരിൽ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞാവാം, കുറേ വർഷങ്ങൾ എടുത്തിട്ടും ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്ന ഒരു കാര്യങ്ങളും രോഗികളിൽ കാണുന്നുണ്ട്. അങ്ങനെ രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ എല്ലാ പ്രാവശ്യവും വിഷാദ ലക്ഷണങ്ങൾ മാത്രമാണ് രോഗികളിൽ ഇത് കാണിക്കുന്നതെങ്കിൽ ഇതിനെ നമുക്ക് യൂണിപോളാർ ഡിപ്രഷൻ എന്ന് പറയാം. ഇത് ചില ആൻറ്റി ഡിപ്രസൻറ്റുകളൊക്കെ എടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. അടുത്തത് എന്താണ് ബൈപോളാർ ഡിപ്രഷൻ? ബൈപോളാർ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇത് രോഗികളിൽ വിഷാദം, ഉന്മാദം എന്നിവ ഒരേ സമയത്ത് മാറി മാറി ഉളവാക്കുന്നതാണ്. അങ്ങനെ ഈ ബൈപോളാർ ഉള്ള ആൾക്കാർക്ക് ഒരിക്കലും നമ്മൾ ആദ്യത്തെ ടൈപ്പ് മെഡിസിൻ നമുക്ക് ആൻറ്റി ഡിപ്രസൻറ്റ് മാത്രം കൊടുത്തത് കൊണ്ട് കാര്യമില്ല. അവർക്ക് അവരുടെ ഹോർമോൺ ബാലൻസിനുള്ള മറ്റുള്ള മരുന്നുകൾ കൂടി കൊടുത്തിട്ടാണ് ഇതിനെ റെഡിയാക്കുന്നത്. എന്താണ് മെലങ്കോളിക് ഡിപ്രഷൻ എന്ന് നോക്കാം. ഉറക്കം, വിശപ്പ്, ലൈംഗികത എന്നിവയിൽ വളരെ തീരെ കുറവ് വരികയും ഈ രോഗം ബാധിച്ചയാൾ തീരെ മെലിയുകയും ചെയ്യുന്നു. എന്താണ് എഡിപ്പിക്കൽ ഡിപ്രഷൻ? ഈ രോഗം ബാധിച്ച ആളുകളിൽ അമിതമായിട്ടുള്ള ഉറക്കം, കൂടുതൽ വിശപ്പ് തോന്നുക, അതുപോലെ തന്നെ ലൈംഗിക ആഗ്രഹങ്ങൾ കൂടുക, കൂടുതൽ വിശപ്പിനനുസരിച്ച് കൂടുതൽ ആഹാരം കഴിക്കുകയും അതിനനുസരിച്ച് അവരുടെ ശരീരം ഇങ്ങനെ ചീർത്ത് വരികയും ചെയ്യും. അടുത്തതായിട്ട് എന്താണ് സൈക്കോട്ടിക് ഡിപ്രഷൻ? സൈക്കോട്ടിക് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആരൊക്കെയോ ചേർന്ന് കൊല്ലാൻ വരിക പോലെ തോന്നുക, തൻ്റെ ചുറ്റും ശത്രുക്കളാണെന്നുള്ള ചിന്തകളൊക്കെ വരിക, ഇതൊക്കെയാണ് ഈ ഒരു സൈക്കോട്ടിക് ഡിപ്രഷൻ്റെ കാര്യങ്ങൾ. പിന്നീടുള്ളത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനാണ്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രസവാനന്തരം സ്ത്രീകളിൽ കാണുന്ന ഒരു അവസ്ഥയാണ്. ചില രാജ്യങ്ങളിൽ ഇത് 8-1 എന്നുള്ള ഒരു അവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്. ഈ മൂഡ് ഡിസോർഡർ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് വിഷാദ രോഗമുണ്ട്, പിന്നീട് ഉന്മാദ വിഷാദ രോഗമുണ്ട്. അപ്പോൾ ഈ വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വിഷാദ രോഗത്തിൽ നിരാശ, ആത്മഹത്യാ പ്രവണത, ശരീരക്ഷീണം, വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ, ലൈംഗിക താല്പര്യക്കുറവുകൾ, രതിമൂർച്ച ഇല്ലാതാവുക എന്നീ മാനസിക ലക്ഷണങ്ങൾക്ക് പുറമെ പലതരത്തിലുള്ള ശാരീരിക ലക്ഷണങ്ങളും കാണാൻ സാധിക്കും. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വേദന, വയറെരിച്ചിൽ, നെഞ്ചെരിച്ചിൽ, തലവേദന, തലകറക്കം, സന്ധിവേദന, നീർക്കെട്ട്, അങ്ങനെ പല ശാരീരിക അവസ്ഥകളും ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. എന്താണ് സെറോട്ടോണിൻ, നോർ എപ്പിനെഫ്രിൻ? ഇവ രണ്ടും നമ്മുടെ തലച്ചോറിൽ കാണുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 2 രാസവസ്തുക്കളാണ്. ഈ 2 രാസവസ്തുക്കൾ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്ന നാഡീവ്യൂഹങ്ങളാണ് വിഷാദം വരുമ്പോൾ ശരീരപ്രക്രിയകളെയും അതുപോലെ തന്നെ മാനസിക പ്രക്രിയകളെയും നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ 2 രാസവസ്തുക്കൾക്ക് നമ്മുടെ ഉറക്കം,
നമ്മുടെ സന്തോഷം, സങ്കടം, നമ്മുടെ ലൈംഗിക താല്പര്യക്കുറവ്, ലൈംഗികതയുടെ കൂടുതൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ ഇതിന് നിയന്ത്രിക്കാൻ സാധിക്കും. സ്ത്രീകളുടെ കാര്യം എടുത്തു കഴിയുമ്പോൾ സ്ത്രീകളിൽ ഈ വിഷാദരോഗം വരുവാൻ 2 കാലഘട്ടങ്ങളാണ്. ഒന്ന് പ്രസവാനന്തരവും ഇന്നൊന്ന് മെനോപോസ് കാലഘട്ടത്തിലുമാണ്. പ്രസവാനന്തരം വരുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ അത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും മാനസികാവസ്ഥയിൽ ഒരുപാട് തകരാറുകൾ വരുത്തുന്ന ഒരു വിഷാദമാണ്. ഇത് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് താൽക്കാലികമാണ് ചിലരിൽ. പക്ഷേ ചിലരിൽ ഇത് കുറച്ചു കാലം കൂടുതൽ നീണ്ടു നിൽക്കാം. ചിലരിൽ ഇതിൻ്റെ എഫക്റ്റ് കുറവായിരിക്കും. ചിലരിൽ ഇതിൻ്റെ ഇഫക്റ്റ് കൂടുതലായിരിക്കും. ഇതിൻ്റെയൊക്കെ ലക്ഷണമെന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള വിലാപങ്ങൾ, വെറുതെ ഇരുന്ന് കരയുക, അതുപോലെ തന്നെ കുട്ടിയോടുള്ള താല്പര്യക്കുറവ് എന്നിവയാണ്. 10 പേരിൽ 2 പേർക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. വികസ്വര രാജ്യങ്ങളിൽ ഏകദേശം ഒരു 20% അമ്മമാർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. കുട്ടിയുണ്ടായി അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞ് 24 മണിക്കൂറുകൾ കഴിയുമ്പോൾ ഏത് സമയവും ഈ ഒരു ഡിപ്രഷൻ സ്ത്രീകൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ കാരണമെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പ്രസവം കഴിയുമ്പോൾ ചിലപ്പോൾ അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളിലും ഇത് സംഭവിക്കാം. അല്ലെങ്കിൽ പ്രസവ അനന്തര സമയത്ത് അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കുണ്ടായ മാനസികാവസ്ഥകളോ അല്ലെങ്കിൽ നേരിടുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ഈ ഒരവസ്ഥ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിൽ അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള താല്പര്യം കുറയുക, ഉറക്കം കുറയുക, അതുപോലെ തന്നെ പേടി തോന്നുക, വെറുതെ ഇരുന്ന് വിലപിക്കുക, ആത്മഹത്യാ പ്രവണത തോന്നുക അമ്മയ്ക്ക്, അതുപോലെ തന്നെ കുഞ്ഞിനെയോ അല്ലെങ്കിൽ തന്നെയോ സ്വയം മുറിവേൽപ്പിക്കുക. ഇങ്ങനെയുള്ള കുറേ ലക്ഷണങ്ങൾ അമ്മമാർ പ്രകടിപ്പിക്കാൻ തുടങ്ങും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിയുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു വൈദ്യസഹായം നേടുന്നതാണ് ഏറ്റവും നല്ല ഒരു തീരുമാനം. പിന്നെ സ്ത്രീകൾക്ക് കാണപ്പെടുന്ന രണ്ടാമത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മെനോപോസ് കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ആർത്തവ വിരാമ കാലഘട്ടത്തിലാണ്. ആർത്തവ ചക്രത്തിന്റെ അവസാന കാലഘട്ടത്തെയാണ് നമ്മൾ ആർത്തവ വിരാമ കാലഘട്ടം അല്ലെങ്കിൽ മെനോപോസ് എന്ന് പറയുന്നത്. ഇതേ തുടർന്ന് സ്ത്രീകൾക്ക് വിഷാദവും അതുപോലെ തന്നെ മറ്റു പല അവസ്ഥകളും നേരിടേണ്ടി വരുന്നുണ്ട്. പൊതുവെ 45-നും 55-നും വയസ്സിനിടയിലാണ് ഈ ഒരു കാലഘട്ടം. ഹോർമോൺ വ്യതിയാനങ്ങളിലൂടെയും അതുപോലെ തന്നെ നിരവധി മാനസിക സംഘർഷ ഘട്ടങ്ങളിലൂടെയും ഒരു സ്ത്രീ കടന്നു പോകുന്ന സമയമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജൻ, അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ എന്നിവയുടെ അളവിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. ഈ സമയത്ത് സ്ത്രീകൾക്ക് ശരീരത്തിന്റെ ചൂട് കൂടുന്നതായിട്ട് അനുഭവപ്പെടുന്നു, ഉറക്കം നഷ്ടമാവുന്നു, ക്ഷീണം തോന്നുന്നു, അതുപോലെ തന്നെ അസ്ഥികൾക്ക് ബലക്ഷയം സംഭവിക്കുന്നു, ലൈംഗിക താല്പര്യക്കുറവ് സംഭവിക്കുന്നു. ഇതിനെല്ലാം പുറമെ ശരീരഭാരം കൂടുകയും പെട്ടെന്ന് പ്രായമായ പോലെ തോന്നിക്കുകയും ചെയ്യുന്നു തുടങ്ങി ഒരുപാട് ഒട്ടനവധി ലക്ഷണങ്ങൾ ഒരു സ്ത്രീയുടെ ശരീരത്ത് ഇത് പ്രകടമാകുന്നു. ഇതെല്ലാം കുടുംബാംഗങ്ങൾ തിരിച്ചറിഞ്ഞ് പെരുമാറുക തന്നെ വേണം. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു അവസ്ഥയെ നിയന്ത്രിക്കാൻ പറ്റും? പ്രധാനമായും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ നേടുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. പിന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുറേ ചിട്ടകൾ കൊണ്ടുവരണം. നേരത്തെ എഴുന്നേൽക്കണം, നേരത്തെ കിടക്കുക, കറക്റ്റ് സമയത്ത് ഉറങ്ങുക, അതുപോലെ തന്നെ ഒരു ദിവസം 30 മിനിറ്റെങ്കിലും കുറഞ്ഞത് വ്യായാമം ചെയ്യുക. നടത്തം, ജോഗിങ്, നീന്തൽ, ഓട്ടം, ജിം, വെയ്റ്റ് ലിഫ്റ്റിംഗ്, അങ്ങനെ ഒരുപാട് വർക്കൗട്ടുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ശാരീരിക അധ്വാനം ചെയ്ത് കഴിയുമ്പോൾ ഈ വിഷാദ രോഗത്തിന് കാരണമാകുന്ന ഹോർമോണുകൾക്കെതിരെ പ്രവർത്തിക്കുന്നു. എൻഡോർഫിൻ പോലെയുള്ള ഹോർമോണുകളുടെ ഉൽപ്പാദനം കൂട്ടുന്നു. അതോടെ ഒരു പരിധിവരെ നമുക്കിത് വിഷാദ രോഗം നിയന്ത്രിക്കാൻ സാധിക്കും. പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കുക, മീൻ കഴിക്കുക, മുട്ട കഴിക്കുക, മദ്യം നമ്മൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ ഹൈലി പ്രോസസ്ഡ് ഫുഡുകൾ നമ്മൾ ഒഴിവാക്കുക, പഴങ്ങൾ, പച്ചക്കറികൾ, പരിപ്പുകൾ നമ്മൾ കഴിക്കുക. ഇങ്ങനെയുള്ള ഒരു നല്ല ആരോഗ്യപരമായിട്ടുള്ള ശീലങ്ങളുള്ള ഒരു ഭക്ഷണശീലം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെല്ലാം പരമാവധി മാറ്റി നിർത്താൻ സാധിക്കും. ദിവസവും ഒരു 8 മണിക്കൂർ ഉറങ്ങുക, അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് ശീലമാക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നല്ലപോലെ ഉറങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ ബെഡ്റൂമിൽ നമ്മുടെ ഉറക്കത്തെ ശല്യം ചെയ്യുന്ന യാതൊരുവിധ സാധനങ്ങളും വയ്ക്കാൻ പാടില്ല. എന്നെ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ആർക്കും എന്നെ വേണ്ട, അങ്ങനെയുള്ള നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്റ്റിനെ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുക. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഒരു സന്തോഷപരമായ ലൈംഗിക ബന്ധം സ്ഥാപിക്കുക ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ ഭർത്താവുമായിട്ട്. ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്കല്ല എന്നുള്ള ചിന്ത ഉറപ്പായിട്ടും മനസ്സിൽ വയ്ക്കുക. ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം സ്വപ്നം കാണുക. തെറാപ്പികൾ, മരുന്നുകൾ, സപ്പോർട്ടുകൾ, വ്യായാമം, ഇവയെല്ലാം കൊണ്ട് ഈ ഡിപ്രഷനെ ഒഴിവാക്കി നോർമൽ ലൈഫ് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്.